2022 ഏപ്രിൽ 1 നമ്മൾ എന്ത് ചെയ്യുന്നു? 10,000 രൂപയുടെ ഒരു സാധനം രാജേഷ് എന്ന് പറയുന്ന ഒരു കസ്റ്റമറിന് നമ്മൾ വിൽക്കുന്നു. അപ്പോൾ 10,000 രൂപയുടെ സാധനമാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ അയാളുടെ കയ്യിൽ എന്തില്ല? 10,000 രൂപ തരാനില്ല. അയാൾ 8,000 രൂപ നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് തരുന്നു. 8,000 രൂപ ക്യാഷായിട്ട് തരുന്നു. ബാക്കി 2,000 രൂപ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് പറയുന്നു, അതായത് കടം പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പീരീഡ് കൊടുക്കും, ഇത്ര നാൾക്കുള്ളിൽ പൈസ തരണം. അപ്പോൾ ആ പീരീഡിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ക്രെഡിറ്റ് പീരീഡ് എന്നാണ് പറയുന്നത്. നമ്മളൊരു 20 ദിവസമാണ് എന്ത് ചെയ്തത്? ക്രെഡിറ്റ് പീരീഡ് കൊടുത്തത്. അപ്പോൾ ഏപ്രിൽ 1 നമ്മൾ സാധനം വിൽക്കുന്നത്. അപ്പോൾ 20 ദിവസം കഴിയുമ്പോൾ അയാൾ എന്ത് തരണം? ബാക്കി 2,000 രൂപ കൂടെ നമുക്ക് തരണം. അപ്പോൾ ഈ ഒരു എൻട്രി നമ്മൾ ഇപ്പോൾ തന്നെ ഏപ്രിൽ 1 തന്നെ നമ്മൾ എന്ത് ചെയ്യും? ജേണൽ എൻട്രി പാസ് ചെയ്ത് വെക്കും. അതായത് നമുക്ക് ക്യാഷ് കിട്ടി, 8,000 രൂപയാണ് ക്യാഷായിട്ട് കിട്ടിയത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടുന്നു, അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ രാജേഷ് എന്ന് പറയുന്ന ആൾ നമുക്ക് 2,000 രൂപ തരാനുണ്ട്. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അസറ്റാണ്, നമുക്ക് എപ്പോഴായാലും ആ പൈസ കിട്ടുന്ന പൈസയാണ്. അപ്പോൾ അസറ്റ് കൂടുന്നു, അതുകൊണ്ട് രാജേഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ സാധനം വിൽക്കുന്നു. സാധനം വിൽക്കുമ്പോൾ സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വരുമാനമാണ്. അപ്പോൾ ഇൻകം കൂടുന്നു. ഇൻകം കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, 8,000 കാണിച്ചു. രാജേഷിനെ ഡെബിറ്റ് ചെയ്തു, 2,000 കാണിച്ചു. സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു, ഇത്ര കാണിച്ചു? 10,000 രൂപ നമ്മൾ കാണിച്ചു. അപ്പോൾ ഈ ഒരു എൻട്രിയാണ് നമ്മളിപ്പോൾ നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത്? പാസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കിയാൽ അവിടെ ക്രെഡിറ്റ് സൈഡിൽ എന്തെന്ന് പറഞ്ഞു വരും? സെയിൽസ് എന്നും പറഞ്ഞിട്ട് ഈ ഒരു 10,000 രൂപ വരും. അതായത് 10,000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു? സാധനം വിറ്റതായിട്ട് അവിടെ വരും. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ അവിടെ അസറ്റ് സൈഡിലായിട്ട് എന്തെന്ന് പറഞ്ഞു വരും? ഈ ഒരു രാജേഷ് 2,000 രൂപ അവിടെ വരും. അതായത് രാജേഷ് നമുക്ക് അസറ്റാണ്, സൺട്രി ഡെപ്റ്ററാണ്, നമുക്ക് പൈസ തരാനുള്ളതുപോലെ എന്ത് ചെയ്യും? അവിടെ കിടക്കും. ഇനി നമ്മൾ കൊടുത്ത ആ ഒരു ക്രെഡിറ്റ് പീരീഡ് കഴിയുകയാണ്. നമ്മൾ എത്ര അന്വേഷിച്ചിട്ടും ഇയാളെ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഈ പൈസ നമുക്കിനി കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു നഷ്ടമായിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ കാണിക്കണം. ഈ ഒരു 2,000 രൂപ നമുക്കിനി രാജേഷ് തരാൻ പോകുന്നില്ല, നമുക്ക് ആ പൈസ പോയി. അപ്പോൾ അത് നമുക്ക് എക്സ്പെൻസ് ആണ്. നമുക്ക് അങ്ങനെ എക്സ്പെൻസ് എന്ന് കാണിക്കാൻ പറ്റത്തില്ല. നമ്മളതിനെ പറയുന്ന പേര് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മളത് വിശദമായിട്ടൊരു ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇവിടെ കൂടുന്നു, അതുകൊണ്ട് എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇതൊരു കിട്ടാക്കടമാണ്. നമ്മൾ കടം കൊടുത്തതാണ്, അതിനി കിട്ടത്തില്ല. അതാണ് കിട്ടാക്കടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. നമുക്ക് തരാനുണ്ടായിരുന്നത് 2,000 ആണ്, 2,000 കാണിക്കുന്നു. രാജേഷാണ് നമുക്ക് പൈസ തരാനുണ്ടായിരുന്നത്. രാജേഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, എത്ര കാണിക്കുന്നു? 2,000 കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു എൻട്രി ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ടു രാജേഷ് അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഡെബിറ്റ് സൈഡിൽ, അതായത് എക്സ്പെൻസ് സൈഡിൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര വരും? 2,000 വരും. കാരണം ഈ 2,000 എന്തായിട്ട് മാറി? എക്സ്പെൻസ് ആയിട്ട് മാറി. ഇനി ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ അവിടെ അസറ്റ് സൈഡിൽ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അസറ്റ് സൈഡിൽ രാജേഷ് എന്ന് പറഞ്ഞിട്ട് എത്ര ഉണ്ടായിരുന്നു? 2,000 ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ എന്തൊരു എൻട്രി ഇട്ടായിരുന്നു? ഈ ഒരു എൻട്രി ഇട്ടായിരുന്ന സമയത്ത് അവിടെ രാജേഷ് എന്ന് പറഞ്ഞിട്ട് 2,000 ദാണ്ട ഇവിടെ കിടക്കുന്നു, 2,000 ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി കൂടി ഇട്ടു. അപ്പോൾ ഈ രാജേഷിൽ നിന്നും എന്ത് വരും? ലെസ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2,000 വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ നിലവിൽ അസറ്റ് സൈഡിൽ എത്രയാണ് എമൗണ്ട് വരുന്നത്? 0 ആയിരിക്കും എമൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ എൻട്രി പ്രകാരം രാജേഷ് നമുക്ക് ഒരു പൈസയും തരാനില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്പോഴത്തെ എൻട്രി പ്രകാരം നമുക്ക് രാജേഷുമായിട്ടുള്ള എല്ലാ ഇടപാടും തീർന്നു. രാജേഷ് നമുക്ക് പൈസയൊന്നും തരാനില്ല എന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ബുക്കിൽ കാണിച്ചു. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് രാജേഷ് നമ്മുടെ സ്ഥാപനത്തിലോട്ട് വന്നിട്ട് പറയുകയാണ്, എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ തരാനുണ്ടായിരുന്ന 2,000 രൂപയിൽ നിന്നും 1,500 രൂപ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾ മേടിക്കണമെന്ന് പറയുന്നു. അപ്പോൾ 1,500 രൂപ നമ്മുടെ കയ്യിൽ തന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇങ്ങനെ ജേണൽ എൻട്രി നമുക്ക് പാസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം രാജേഷ് നമുക്ക് പൈസയൊന്നും തരാനില്ല, അതേപോലെ തന്നെ അത് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തതാണ്? ആ അക്കൗണ്ട് ക്ലോസ് ചെയ്ത അക്കൗണ്ടാണ്. അപ്പോൾ അയാൾ തന്നെയാണ് വീണ്ടും പൈസ നമുക്ക് 1,500 രൂപ കൊണ്ട് തരുന്നത്, 2,000 രൂപ തരാനുണ്ടായിരുന്നതിൽ നിന്നും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ക്യാഷാണ് നമുക്ക് കിട്ടിയത് 1,500 രൂപ. അപ്പോൾ ക്യാഷിനെ ഞാൻ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി ഡെബിറ്റ് ചെയ്തു, 1,500 കാണിച്ചു.
ഇനി ബാഡ് ഡെപ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കാണിച്ചിരുന്നത്. ആ ബാഡ് ഡെപ്റ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഇടാനായിട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. റിക്കവേർഡ്, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻകമാണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആയിരുന്നു, നമുക്ക് പൈസ കിട്ടത്തില്ല. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞാൽ ഇൻകമാണ്, നമുക്കിവിടെ എന്ത് കിട്ടി, ആ പൈസ നമുക്ക് കിട്ടി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും, 1500 കാണിക്കും. അതേപോലെ തന്നെ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറയുന്നത് എത്ര കാണിക്കും, 1500 കാണിക്കും.